നമസ്കാരം. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ജ്യോതിഷത്തിൽ എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ? കുറേ പേർ ഇങ്ങനെ ചോദിക്കുകയാണ്. ആസ്മയാണ്, ശ്വാസം മുട്ടൽ വരുന്നു, ഇങ്ങനെ കുറേ ചെസ്റ്റ് സംബന്ധമായിട്ടുള്ള പൾമണറി ഡിസീസസ് എന്നിങ്ങനെയൊക്കെ ഉണ്ട്. അതിന് തീർച്ചയായിട്ടും പ്രതിവിധികളൊക്കെ ഉണ്ട്. പക്ഷേ അതിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നേ നമ്മൾ ശരിയാക്കേണ്ടത് നമ്മുടെ ശീലമല്ലേ എന്നുള്ളൊരു തോന്നലുണ്ട്. ശീലം സർവത്ര വൈധനം, എല്ലായിടത്തും ശീലമാണ്, ഹാബിറ്റാണ്. നമ്മൾ എന്താ പറയുക, ആവശ്യമില്ലാത്ത പുകയെല്ലാം ശ്വസിച്ച് ആവശ്യമില്ലാത്ത ഹാബിറ്റ്സ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇതെല്ലാം ഒരു വശത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് രോഗത്തിന് ഇങ്ങനെ കാരണമായി കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ജ്യോതിഷ സംബന്ധമായിട്ട് പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഫലം വരിക? ഏവരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് പലപ്പോഴായിട്ട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആസ്മയുണ്ട്, ശ്വാസം മുട്ടലാണ്. ഇവരിലെല്ലാം കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു വിഷയം, ഒരു ഹാബിറ്റ് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം റൂം ഫ്രഷ്നർ ഉപയോഗിക്കുന്നുണ്ട്. ചോദിച്ചു മനസ്സിലാക്കിയ കാര്യമാണ് റൂം ഫ്രഷ്നർ. ഓഫീസിൽ പോകുമ്പോൾ അവിടെ അടിച്ച് ഇങ്ങനെ നല്ല നല്ല സ്പ്രേ അടിച്ചു വയ്ക്കും. എല്ലാ സ്ഥലത്തും നല്ല സ്പ്രേ ആണ്. കാറിൽ സ്പ്രേ അടിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഈ പാർട്ടിക്കിൾസ് എല്ലാം അകത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചന്ദനത്തിരി കെമിക്കലാണ്, അത് കത്തിച്ച് വെക്കുന്നുണ്ട്. വീടുകളിൽ ഉപയോഗിക്കുന്ന ഇന്ന് കണ്ടാമിനേറ്റഡ് ഓയിൽ, അതായത് വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഈ വളരെ എന്താ പറയുക തരം താഴ്ന്ന രീതിയിലുള്ള നോൺ എഡിബിൾ ഓയിൽ, അതിൻ്റെ പുക ശ്വസിക്കുന്നു. അപ്പൊ ഇതെല്ലാം കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ ഡിയോഡറന്റ്, ഇതെല്ലാം തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നു. ഇനി ദയവ് ചെയ്ത് ആരെങ്കിലും ഒരാളെ പിടിച്ചു കൊണ്ടുവന്ന് അയാൾ ഡിയോഡറന്റ് ഉപയോഗിക്കുന്നു, ഇത് വന്നില്ല എന്ന് പറയരുത്. പല കാരണങ്ങളുണ്ട്. ഇതിന്റെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് ഓരോ ആളുടെ ആരോഗ്യത്തിനനുസരിച്ച് ഇല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി അനുസരിച്ച് ഇതിൽ വ്യതിയാനം വരും. പക്ഷെ പൊതുവെയുള്ള കാരണം ഇതാണ്. എല്ലാവരും റൂം സ്പ്രേ, റൂം ഫ്രഷ്നർ എല്ലാം അപ്പോഴപ്പോഴായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ അടിച്ചോളൂ, ഉപയോഗിച്ചോളൂ. ഇനി മുതൽ റൂം സ്പ്രേയുടെ പുറകെ ഒരു മാഗ്നിഫയർ കൊണ്ട്, നമുക്കതിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കുന്നൊന്നും മനസ്സിലാവില്ല, അതുകൊണ്ട് അതിനെ ഇല്ലെങ്കിൽ കാണാൻ പറ്റില്ല, വളരെ വളരെ ചെറുതായിട്ട് സൂക്ഷ്മമായിട്ടായിരിക്കും എഴുതിയിരിക്കുക. അപ്പൊ അതൊന്ന് മാഗ്നിഫൈ ചെയ്ത്, ഇന്ന് എല്ലാവരുടെയും ഫോണിലും മാഗ്നിഫയർ ലഭ്യമാണ്, ഇല്ലെങ്കിൽ ഒരു ലെൻസ് ഉപയോഗിച്ച് അത് വായിച്ചാൽ അത് മുഴുവൻ ഓർഗാനിക് കെമിസ്ട്രി ആയിരിക്കും. ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്, സ്പ്രേയിലുണ്ട്. ഇത് നാം എയറിൽ സ്പ്രേ ചെയ്യുന്നു, നമ്മൾ അകത്തേക്ക് ശ്വസിക്കുന്നു, അകത്ത് പോകുന്നു ആ പാർട്ടിക്കിൾ. അത് അകത്ത് പോയി എന്ത് ചെയ്യുന്നു, അതെങ്ങനെ പ്രവർത്തിക്കുന്നു, എവിടെ പോകുന്നു, ഒരു പിടിയില്ല. ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്ന് പറയും. സിമ്പിൾ ഉത്തരമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു അസുഖത്തിന് എന്താണ് കാരണം ചോദിച്ചാൽ ഏവരും പറയും ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ലൈഫ് സ്റ്റൈൽ. അപ്പൊ ഏത് ലൈഫ് സ്റ്റൈലാണ് കൊള്ളാമെന്ന് ഏവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വലിച്ചു നീട്ടുന്നില്ല. ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കെല്ലാം തന്നെ ഇതൊരു കാരണമാണ്. ഇനി മുതൽ സ്പ്രേ ഒക്കെ വാങ്ങിക്കുമ്പോൾ, ഏത് സ്പ്രേ ആയാലും ശരി, ഒന്ന് നോക്കി വാങ്ങിക്കുക. വാങ്ങി അതിൻ്റെ പിറകിലുള്ള ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ വായിച്ചിട്ട് അത് കുഴപ്പമില്ല എന്ന് തോന്നിയാൽ അവരവരുടെ ഇഷ്ടമാണ്. ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാണ്. അപ്പൊ ഈ ഒരു ഹാബിറ്റ് എല്ലാം മാറിയ ശേഷം ജ്യോതിഷത്തിലേക്ക് കടന്ന് ജാതകമൊക്കെ നോക്കി അതിനുള്ള പരിഹാരമൊക്കെ യഥാന്യായം ചെയ്തു കൊള്ളുക. ആ പരിഹാരം ഇല്ല എന്നും പറയുന്നില്ല. ആദ്യം നമുക്ക് വേണ്ടത് ഒരു ശീലമാണ്. ആ ശീലം സർവത്ര വൈധനം. അപ്പോൾ ഈ ഒരു കാര്യം ഏവരിലേക്കും എത്തിക്കുക. പിന്നെ ഈ വീടുകളിൽ ചന്ദനത്തിരി, എണ്ണ, ഇത് ഇങ്ങനെ പോഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിത്യം നമ്മൾ കുറച്ചായിട്ട് അതിന്റെ വിഷം അകത്തോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്വയം ചിന്തിക്കുക, സ്വയം തീരുമാനിക്കുക. നമസ്കാരം.